വെൽക്കം ടു ദി മലയാളം ബൈബിൾ ക്വിസ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: യഹോവയായ ദൈവം ഉണ്ടാക്കിയ സകല കാട്ടുജന്തുക്കളിലും കൗശലമേറിയ ജന്തു ഏത്? എ കുറുക്കൻ, ബി കാക്ക, സി പാമ്പ്, ഡി പിശാച്. ഉത്തരം സി പാമ്പ്. ഉൽപ്പത്തി പുസ്തകം 3:1. രണ്ടാമത്തെ ചോദ്യം: ആരാണ് ജീവനുള്ളവർക്കെല്ലാം മാതാവ്? എ ഹൗവ, ബി മറിയ, സി സാറ, ഡി എലിസബത്ത്. ഉത്തരം എ ഹൗവ. ഉൽപ്പത്തി 3:20. മൂന്നാമത്തെ ചോദ്യം: അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. അവൻ ആരാണ്? എ സാത്താൻ, ബി യേശുക്രിസ്തു, സി രക്ഷിക്കപ്പെട്ടവൻ, ഡി ആദം. ഉത്തരം ബി യേശുക്രിസ്തു. ഉൽപ്പത്തി 3:15. നാലാമത്തെ ചോദ്യം: നിങ്ങൾ ആരെപ്പോലെ ആകും എന്നാണ് പാമ്പ് സ്ത്രീയോട് പറഞ്ഞത്? എ ദൂതന്മാരെ പോലെ, ബി സർപ്പത്തെ പോലെ, സി സാറാപ്പുകളെ പോലെ, ഡി ദൈവത്തെ പോലെ. ഉത്തരം ഡി ദൈവത്തെ പോലെ. ഉൽപ്പത്തി 3:5. അഞ്ചാമത്തെ ചോദ്യം: സാത്താൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടത് ആര്? എ ആദം, ബി ഹൗവ, സി ആദം ഹൗവയും, ഡി ദൈവം. ഉത്തരം ബി ഹൗവ. ഉൽപ്പത്തി 3:13, 1 തിമോഥെയോസ് 2:14. ആറാമത്തെ ചോദ്യം: എന്തിൻ്റെ ഇല കൂട്ടി തുന്നിയാണ് ആദാമും ഹൗവയും അരയാട ഉണ്ടാക്കിയത്? എ ഒലിവ്, ബി ദേവദാരു, സി അത്തി, ഡി ഗോഫർ. ഉത്തരം സി അത്തി. ഉൽപ്പത്തി 3:7. ഏഴാമത്തെ ചോദ്യം: ആര് നിമിത്തമാണ് ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നത്? എ സാത്താൻ, ബി മനുഷ്യൻ, സി ഹൗവ, ഡി പാമ്പ്. ഉത്തരം ബി മനുഷ്യൻ. ഉൽപ്പത്തി 3:17. എട്ടാമത്തെ ചോദ്യം: ദൈവം മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഏത്? എ നീ ഈ ചെയ്തത് എന്ത്, ബി നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു, സി വൃക്ഷഫലം നീ തിന്നുവോ, ഡി നീ എവിടെ. ഉത്തരം നീ എവിടെ. ഉൽപ്പത്തി 3:9. ഒമ്പതാമത്തെ ചോദ്യം: ആദ്യത്തെ ഉടുപ്പ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? എ ചാക്ക്, ബി പട്ട്, സി തുകൽ, ഡി ചണനൂൽ. ഉത്തരം സി തുകൽ. ഉൽപ്പത്തി 3:21. പത്താമത്തെ ചോദ്യം: എന്തുകൊണ്ടാണ് ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? എ പാപം ചെയ്യാതിരിപ്പാൻ, ബി തോട്ടം നശിപ്പിക്കാതിരിപ്പാൻ, സി മരിക്കാതിരിപ്പാൻ, ഡി ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാതിരിപ്പാൻ. ഉത്തരം ഡി ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാതിരിപ്പാൻ. ഉൽപ്പത്തി 3:22. താങ്ക് യു.